വീണ്ടും ഗവർണർ സർക്കാർ പോരിന് കളമൊരുങ്ങുന്നു. Who is Mr. Swaraj? You want me to reply to respond to people who കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പരിഹാസ പ്രതികരണത്തിൽ നിന്നുമുള്ള ഒരു ഭാഗമാണിത്. അദ്ദേഹം ഇങ്ങനെ പ്രതികരിക്കാൻ ഒരു കാരണമുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വിവാദ പരാമർശവുമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ഭ്രാന്തുള്ളവർക്ക് MPയോ MLAയോ ആകാനാവില്ലെന്ന് ഭരണഘടനയിൽ ഉണ്ടെന്നും എന്നാൽ ഭ്രാന്തുള്ളവർ ഗവർണർ ആകരുതെന്ന് ഭരണഘടന പറഞ്ഞിട്ടില്ലെന്നുമാണ് M സ്വരാജ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. ആരിഫ് മുഹമ്മദ് ഖാൻ ഭാവിയിൽ കേരള ഗവർണർ ആകുമെന്ന ദീർഘവീക്ഷണത്തോടെ ഈ വകുപ്പ് ഒഴിവാക്കിയതാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെന്നും M സ്വരാജ് പറഞ്ഞു. കണ്ണൂരിൽ KCB ഓഫീസേഴ്സ് അസോസിയേഷൻ പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പരിഹസിച്ചുകൊണ്ടുള്ള M സ്വരാജിന്റെ പ്രസംഗം. എന്നാൽ സ്വരാജിന്റെ അധിക്ഷേപ പരാമർശത്തിൽ മറു ചോദ്യവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. M സ്വരാജ് ആരാണെന്നും അയാളെ തനിക്ക് അറിയില്ലെന്നും പറഞ്ഞ ഗവർണർ ഇത്തരം ആളുകൾക്ക് മറുപടിയില്ലെന്നും കൂട്ടിച്ചേർത്തു. Who is Mr. Swaraj? You want me to reply to respond to people who he may be anybody. I do not respond to people like that. Irresponsible people I don't respond to. അതേസമയം സ്വരാജിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. MLAയും MPയും അതുവഴി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും സ്പീക്കറും ഒക്കെയായി ചുമതലകൾ നിർവഹിക്കണമെങ്കിൽ ചില യോഗ്യതകൾ വേണം. അക്കാര്യം ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട്. ആ യോഗ്യതകളിൽ ഒരു യോഗ്യത സ്ഥിരബുദ്ധിയായിരിക്കണം, ചിത്തഭ്രമം ഉണ്ടായിരിക്കാൻ പാടില്ല, ഭ്രാന്തുണ്ടാകാൻ പാടില്ല എന്നതാണ്. എന്നാൽ ഈ നിബന്ധന ഇല്ലാത്ത ഒരേ ഒരു സ്ഥാനം മാത്രമേ ഇന്ത്യൻ ഭരണഘടനയിലുള്ളൂ. അത് ഗവർണറുടേതാണ്. ഗവർണർ ആകണമെങ്കിൽ ഈ നിബന്ധനയില്ല. അത് വളരെ കൗതുകകരമായി തോന്നി. ഒരുപക്ഷെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ ദീർഘവീക്ഷണമുള്ള ആളുകൾ ഭാവിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണർ ആകുമെന്ന് കരുതിയിട്ടോ മറ്റോ ഈ വകുപ്പ് ഒഴിവാക്കിയതാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഗവർണർ ആകാൻ 35 വയസ്സ് തികയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നായിരുന്നു M സ്വരാജിന്റെ പരാമർശം. നിങ്ങൾ ആരായാലും വീട്ടില്ല, നിങ്ങൾ ചിത്തപ്രഭമുള്ള ആളാണെങ്കിൽ ഭ്രാന്തനാണെങ്കിൽ. എന്നാൽ ഈ നിബന്ധനയില്ലാത്ത ഒരേ ഒരു സ്ഥാനം മാത്രമേ ഇന്ത്യൻ ഭരണഘടനയുള്ളൂ, അത് ഗവർണറാണ്. ഗവർണർ ആകണമെങ്കിൽ ഈ നിബന്ധനയില്ല. അത് വളരെ കൗതുകരമായി നമുക്ക് തോന്നുന്നു. ഒരുപക്ഷെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ ദീർഘവീക്ഷണമുള്ള ആളുകൾ ഭാവിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണർ ആകുമെന്ന് കരുതിയിട്ടോ മറ്റോ ഈ വകുപ്പ് ഒഴിവാക്കിയതാണോ എന്ന് പറയാൻ നമുക്ക് സാധിക്കും. ഈ സംഭവത്തെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടായിരുന്നു ഗവർണറുടെ പരിഹാസ പ്രതികരണം. സെർച്ച് കമ്മിറ്റിയിലേക്ക് നോമിനികളെ സർക്കാർ നൽകാത്തതുമായി ബന്ധപ്പെട്ട് ഗവർണർ പറഞ്ഞത് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാലകൾ നോമിനികളെ തന്നില്ല എന്നായിരുന്നു. ഇനി സർക്കാർ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ, കോടതിയിൽ പോകാൻ സർക്കാരിന് അവകാശമുണ്ട്. ഞാൻ എന്റെ ജോലി ചെയ്യുകയാണെന്നും വൈസ് ചാൻസലർമാരെ നിയമിക്കാത്തതിൽ എന്നെ കുറ്റപ്പെടുത്തരുതെന്നും കൂടി ഗവർണർ കൂട്ടിച്ചേർത്തു. അതേസമയം 6 സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിന് ഗവർണർ സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. സെനറ്റ് നോമിനികൾ ഇല്ലാതെയാണ് സെർച്ച് കമ്മിറ്റികൾ തയ്യാറാക്കിയിരുന്നത്. സർവകലാശാല ബില്ലുകളിൽ അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നതിനാൽ നിയമനം സാധ്യമല്ല എന്നായിരുന്നു സർക്കാരിന്റെ നിലപാട്. ദീർഘനാളുകളായി സംസ്ഥാനത്തെ വിവിധ യൂണിവേഴ്സിറ്റികളെ താൽക്കാലിക VCമാരാണ് നയിക്കുന്നത്. സ്ഥിരം VC നിയമനത്തിന് പലതവണ ഗവർണർ സർവകലാശാലകളുടെ പ്രതിനിധികളെ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും സർവകലാശാല ബില്ലുകളിൽ തീരുമാനം ആയ ശേഷം ബാക്കി നടപടി എന്നായിരുന്നു സർക്കാരിന്റെ നിലപാട്. ഇതോടെയാണ് ഗവർണറുടെ അറ്റകൈ പ്രയോഗം. കേരള MG, കുഫോസ് സാങ്കേതിക സർവകലാശാല, കാർഷിക സർവകലാശാല, മലയാളം സർവകലാശാല എന്നിവിടങ്ങളിലേക്ക് അപ്രതീക്ഷിതമായി ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു. സെനറ്റ് പ്രതിനിധി ഇല്ലാതെ UGCയുടെയും ചാൻസലറുടെയും നോമിനികളെ മാത്രം ഉൾപ്പെടുത്തിയാണ് പട്ടിക തയ്യാറാക്കിയത്. സാങ്കേതിക, ഫിഷറീസ്, കാർഷിക സർവകലാശാലകളിൽ ദേശീയ തലത്തിൽ പ്രസിദ്ധരായ ഓരോരുത്തരെ കൂടി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ശേഷം ഹൈക്കോടതിയിൽ രാജ്ഭവൻ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. രാഷ്ട്രീയ കാരണങ്ങളാൽ സർവകലാശാലകൾ പ്രതിനിധികളെ നൽകുന്നില്ല എന്നായിരുന്നു രാജ്ഭവൻ കോടതിയെ അറിയിക്കുക. കോടതി അനുമതിയോടെ VC നിയമനത്തിനുള്ള പാനൽ തയ്യാറാക്കാം എന്നായിരുന്നു കണക്കുകൂട്ടലും.
ഇതിൽ സർക്കാർ എടുക്കുന്ന നിലപാട് നിർണായകമായിരുന്നു. VC നിയമനത്തിനുള്ള പുതിയ ബില്ല് നിയമസഭ പാസാക്കിയതിനാൽ പഴയ രീതി അനുസരിച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ പറ്റില്ല എന്നാണ് സർക്കാരിന്റെ നിലപാട്.